الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الناس اوصيكم واياي اولا بتقوى الله رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولنسألن الذين أرسل إليهم ولنسألن المرسلين. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നാം എല്ലാവരും. ഭൂമിയിലുള്ള നിലനിൽക്കുന്നവരും കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നവരുമായ മുഴുവൻ സൃഷ്ടികളും മനുഷ്യരും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികൾക്ക് മാർഗദർശനം നൽകുക എന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് സൃഷ്ടികളോട് അള്ളാഹു കാണിച്ച അവന്റെ ബാധ്യതയുടെ നിർവഹണമാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും ആ ഖുർആനിലൂടെ ജനങ്ങളെ വിളിക്കുകയും ചെയ്തു. അല്ലാഹു യാ അയ്യുഹന്നാസ്, അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ അള്ളാഹു ജനങ്ങളോട് അറിയിക്കുന്നത് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എവിടെയും ഖുർആനിൽ യാ അയ്യുഹൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളെ എന്ന് വിളിച്ചിട്ടില്ല. അള്ളാഹുവിന് അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അറിയിക്കാനുള്ളത് മുഴുവൻ മനുഷ്യരോടുമാണ്. അതുകൊണ്ടാണ് ഖുർആൻ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്നും വിളിച്ചിട്ടുണ്ട്. അവൻ ജനങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് ഞാനാകുന്നു, നിങ്ങൾക്ക് ജീവിതം നൽകിയത് ഞാനാകുന്നു, നിങ്ങൾക്ക് മരണം നിശ്ചയിച്ചത് ഞാനാകുന്നു, എന്റെ അടുക്കലേക്ക് നിങ്ങൾ തിരിച്ചു വരികയും ചെയ്യുന്നവരാകുന്നു. അവനാണ് നിങ്ങൾക്ക് ജീവിതം നൽകിയത്, മരണം നിശ്ചയിച്ചത്.
നിങ്ങൾ അവന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നവരാകുന്നു എന്ന ബോധത്തോടുകൂടി ജീവിക്കേണ്ടുന്നവരാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഓരോ നിയമങ്ങളും നിർദ്ദേശങ്ങളും മുഴുവൻ മനുഷ്യർക്കും ബാധകമായതാണ്. കാരണം അള്ളാഹു അവന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കുക മുസ്ലിമീങ്ങളെ മാത്രമല്ല, അള്ളാഹു അവന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടുക മുസ്ലിമീങ്ങളെ മാത്രമല്ല, ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു മരണം നിശ്ചയിച്ചിട്ടുണ്ട്. മുഴുവൻ മനുഷ്യരെയും അള്ളാഹു അവന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. വിചാരണ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിന്റെ വിചാരണ ബാധകമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും മുസ്ലിമീങ്ങൾ മാത്രമല്ല, മുഴുവൻ മനുഷ്യരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരുടെ ബാധ്യതയെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്ന് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ അറിയിച്ചു. തീർച്ചയായും നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോട് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നോ എന്ന് നാം ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആ പ്രവാചകന്മാർ ഏൽപ്പിച്ച ദൗത്യം, ഉത്തരവാദിത്വം, ബാധ്യതകൾ നിങ്ങൾ സൃഷ്ടികൾ മനുഷ്യർ നിർവഹിച്ചിരുന്നോ എന്നും നാം ചോദിക്കുക തന്നെ ചെയ്യും. അവിടെ പ്രയോഗിച്ച വാക്ക് വലനസ്അലന്ന, തീർച്ചയായും നാം ചോദിക്കുന്ന പ്രവാചകന്മാരോട് അവരുടെ ബാധ്യതയെ കുറിച്ച് ചോദിക്കും. പ്രവാചകന്മാർ ജനങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തെ കുറിച്ച് ജനങ്ങളോടും ചോദിക്കും. അപ്പം അവിടെ ഒന്നും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മുസ്ലിമീങ്ങൾ മാത്രമായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ടില്ല. വിചാരണ നടത്തപ്പെടുന്നത് മുസ്ലിമീങ്ങൾ മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. മുഴുവൻ മനുഷ്യരും വിചാരണക്ക് വിധേയരായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് മുഴുവൻ മനുഷ്യരും. ആ മുഴുവൻ മനുഷ്യരും അവരവരിൽ അർപ്പിക്കപ്പെട്ട ബാധ്യതകളെ കുറിച്ച് വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നവരുമായിരിക്കും. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചതാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഭരണാധികാരികളാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭരണീയരെ കുറിച്ച്, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. അൽ ഇമാമു റാഇൻ, ഒരു നേതാവ്, ഒരു ഭരണകർത്താവ്, അവൻ ജനങ്ങൾക്ക് അവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടുന്ന ഭരണകർത്താവാണ്. അപ്പൊ മസ്ഊലുൻ അൻ റഅയതിഹി, അവന്റെ ഭരണീയരെ കുറിച്ച്, അവന്റെ കീഴിലുള്ള പ്രജകളെ കുറിച്ച്, ജനങ്ങളെ കുറിച്ച് അവൻ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. വറജുലു റാഇൻ ഫീ അഹ്ലിഹി, ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്. ഒരു പുരുഷൻ അവന്റെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്. അപ്പൊ മസ്ഊലുൻ അൻ റഅയതിഹി, അവന്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടും. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു സ്ത്രീ അവളുടെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്. വമസ്ഊലുൻ അൻ റഅയതിഹാ, അവളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവൾ ചോദ്യം ചെയ്യപ്പെടും. വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി, ഒരു സർവന്റ്, ഒരു സേവകൻ, ഒരു ജോലിക്കാരൻ, അവന്റെ യജമാനന്റെ സമ്പത്തിനെ കുറിച്ച്, റാഇൻ ഫീ മാലി സയ്യിദിഹി, യജമാനന്റെ സമ്പത്തിന് ഉത്തരവാദിത്തമുള്ളവനാണ്. വമസ്ഊലുൻ അൻ റഅയതിഹി, അവന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഇങ്ങനെ വളരെ കൃത്യമായി സമൂഹത്തിൽ ഓരോരുത്തരും വളരെ കൃത്യമായ ബാധ്യതയും ഉത്തരവാദിത്വവും ഉള്ളവരാണ്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. അവിടെ ജാതിയില്ല, മതമില്ല, മറ്റ് വ്യത്യാസങ്ങളില്ല. മനുഷ്യരാണോ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്? മനുഷ്യരാണോ അവർക്ക് ജീവിതം നൽകിയത് അള്ളാഹുവാണ്? മനുഷ്യരാണോ അവരെ തിരിച്ചു വിളിക്കുന്നത് അള്ളാഹുവാണ്? മനുഷ്യരാണോ അവരൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്? മനുഷ്യരോട് ഓരോരുത്തരോടും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരു വ്യക്തി അവന്റെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അവന്റെ ആയുസ്, അവന്റെ ആരോഗ്യം, അവന്റെ ബുദ്ധിശക്തി, അവന്റെ അറിവ്, ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ എല്ലാം അള്ളാഹു
നിശ്ചയിച്ച ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അവൻ ചോദിക്കപ്പെടും എന്ന് വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മോടൊരു ബാധ്യതയുണ്ട്. നമ്മുടെ ആയുസ്, ആരോഗ്യം, സമയം, അറിവ് ഇതൊക്കെയും നല്ല നിലക്ക് അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടാണോ നാം ചെലവഴിക്കുന്നത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ലാ തസാലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെയും കാൽപാദം നീങ്ങുകയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ, ഫീമ അഫനാഹു, അത് എങ്ങനെയാണ് അവൻ നശിപ്പിച്ചതെന്ന്, വഅൻ ശബാബിഹി, അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതിരിക്കില്ല, ഫീമ അബലാഹു, അതെങ്ങനെയാണ് നശിപ്പിച്ചു തീർത്തതെന്ന്, വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയില്ല, മിൻ ഐന ഇക്തസബഹു, അത് അവൻ എവിടുന്ന് സമ്പാദിച്ചു എന്നും, ഫീമ അൻഫഖഹു, അത് അവൻ എവിടെ ചെലവഴിച്ചു എന്നും ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയില്ല, വമാദാ അമില ഫീമ അലിമ, അവൻ അറിഞ്ഞത് കൊണ്ട്, അവന്റെ അറിവ് കൊണ്ട് അവൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നും ചോദ്യം ചെയ്യപ്പെടാതിരിക്കില്ല. അപ്പൊ ഓരോ വ്യക്തിയും അവന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കും. അവന് ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ടോ, അവന്റെ അറിവ് കൊണ്ട്, ആയുസ് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട് അവൻ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടും. ഓരോ വ്യക്തിയോടും അവന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്ന് അള്ളാഹു അറിയിക്കുന്നു. അവൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു വളരെ കൃത്യമായി. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം, ചിന്താശേഷി, പ്രവർത്തനങ്ങൾ എല്ലാം വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തോടുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കണം. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ തടിയെ കാത്ത് സംരക്ഷിക്കണം, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണം, നാറൻ, നരകാഗ്നിയിൽ നിന്ന്. അല്ലാഹു നരകമെന്നൊന്ന് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തടിയെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ സമ്പത്തും ആരോഗ്യവും സമയവും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ കുടുംബത്തോട് അവർക്ക് ആവശ്യമായ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ സമ്പത്ത് ചെലവഴിക്കുന്നതോടൊപ്പം അവരെ നന്മയിൽ നിലനിർത്താനും നന്മയിൽ മുന്നേറാനും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് പരലോകത്തെ രക്ഷപ്പെടുന്ന രൂപത്തിൽ അവരെ മാറ്റി തീർക്കാൻ, നമ്മുടെ ഭാര്യയെ, മക്കളെ, മാതാപിതാക്കളെ, അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക, ഇതൊക്കെ വിശ്വാസികളുടെ ഉത്തരവാദിത്തമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും വളരെ കൃത്യമായി നിർവഹിക്കണം. അത് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഈ ഒരു ബോധമുള്ള ഒരു മുസ്ലിം അവൻ ഏത് രംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിലും ആ രംഗത്ത് അവൻ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്റെ ബാധ്യതയെ കുറിച്ച് ഞാൻ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന മക്കൾ, അവരുടെ ഭാവി എന്റെ കയ്യിലാണ്. അവർക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഒരു വർഷത്തെ എന്തൊക്കെ അവർ പഠിച്ചിരിക്കേണ്ടതുണ്ടോ അത് അവർക്ക് അറിയിച്ചു കൊടുക്കുക, അവരെ വ്യക്തിത്വം നന്നാക്കി തീർക്കുക. അവർ നാളെയുടെ ഭാവിയാണ്, നാളെ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടുന്നവരാണ്. അവരെ ആ നിലക്ക് വളർത്തിയെടുക്കുക എന്നത് എന്റെ ബാധ്യതയാണ്. അറിവും കഴിവും ശേഷിയും നൽകിക്കൊണ്ട് വളർത്തിയെടുക്കുക എന്നത് എന്റെ ബാധ്യതയാണ് എന്ന് ഒരു അധ്യാപകന് ചിന്തയുണ്ടാകും. അള്ളാഹുവിനെ ബോധമുള്ള, വിചാരണയെ ഭയപ്പെടുന്ന ഒരു അധ്യാപകന് ബോധമുണ്ടാകും. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു മേലധികാരിയും കയറി വന്നിട്ടില്ലെങ്കിലും ആ അധ്യാപകൻ അവന്റെ ബാധ്യത നിർവഹിക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ ഒരു കമ്പനിയിലെ ഒരു സ്റ്റാഫ്, ഒരു ജോലിക്കാരൻ, അവൻ ഒരു മാനേജറും കയറി വന്നിട്ടില്ലെങ്കിലും ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോ ഞാൻ അതിന് സമാധാനം പറയേണ്ടി വരുന്നവനായിരിക്കും എന്ന ബോധമുണ്ടാകും. അതുകൊണ്ട് ഒരു മാനേജറുടെയും ഒരു MD-യുടെയും മേൽനോട്ടത്തിന്റെ ആവശ്യമില്ലാതെ വളരെ കൃത്യമായി ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനായിരിക്കും ഒരു ജോലിക്കാരൻ.
ജോലിക്കാരൻ, ഒരു ഉദ്യോഗസ്ഥൻ, ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെ കുറിച്ചും വളരെ കൃത്യമായി അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും ചില പ്രത്യേക രംഗങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഖുർആൻ ഇമാമ് നേതൃത്വത്തിലുള്ള ആളുകൾ, അവരെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ അവരുടെ ബാധ്യതകൾ, അതുപോലെ തന്നെ അമാനത്ത് ബാധ്യതകൾ നിങ്ങൾ അവരുടെ അഹ്ലുകാർക്ക് വകവെച്ച് കൊടുക്കണം. നിങ്ങൾ അവരുടെ അവകാശങ്ങൾ അവരുടെ അഹ്ലുകാർക്ക് വകവെച്ച് കൊടുക്കണം. വൈദാ ഹകംതും ബൈനന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി നടപ്പിലാക്കുമ്പോ അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതിപൂർവകമായിരിക്കണം നിങ്ങളുടെ വിധി. മറ്റൊരായത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വെറുപ്പ് നിങ്ങളെ അനീതി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കരുത്. ഒരു ജനതയോടുള്ള വെറുപ്പ് നിങ്ങളെ അനീതി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കരുത്. ഇഅദിലു, നിങ്ങൾ നീതി പാലിക്കണം. ഇതൊക്കെ മുസ്ലിമീങ്ങളോട് മാത്രമുള്ള കൽപ്പനയല്ല. അതാ ഞാനൊരു ആമുഖം തുടങ്ങി വെച്ചത്. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യർക്കും ബാധകമായ നിയമങ്ങളാണ്. എവിടൊക്കെ ആരൊക്കെ എന്തൊക്കെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നുണ്ടോ അവരുടെ കീഴിലുള്ള മുഴുവൻ ആളുകളോടും നീതി പാലിക്കുക എന്നത് ആ ഭരണാധികാരികളുടെ ബാധ്യതയാണ്. എന്നിട്ട് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഹുവ അഖ്റബു ലിത്തഖ്വ, സൂക്ഷ്മത പാലിക്കുന്ന, ധാർമ്മിക ബോധം പാലിക്കുന്ന ആളുകൾക്ക് ധാർമ്മികതയോടെ ഏറ്റവും അടുത്തത് നീതി പാലിക്കുക എന്നതാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു എന്ന്. അപ്പൊ ഭരണാധികാരി അവന്റെ ഭരണീയരോടുള്ള, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനായിരിക്കണം, നീതി പാലിക്കുന്നവനായിരിക്കണം. ഏത് ജാതി മതത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, അവർക്ക് സമ്പൂർണമായ നീതിയും അവരുടെ സുരക്ഷിതത്വവും അവരുടെ അവകാശവും ഒക്കെ നിർവഹിക്കണം. അവർക്ക് സുരക്ഷിതത്വം നൽകേണ്ട ബാധ്യത ഭരണാധികാരിയുടേതാണ്. അവരോട് നീതി പാലിക്കേണ്ടുന്ന ബാധ്യത ഭരണാധികാരിയുടേതാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ പ്രാഥമികമായ പാഠങ്ങളാണ്. ഇതൊക്കെ അള്ളാഹു വളരെ കൃത്യമായി അവന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ചോദ്യം ചെയ്യും. ഒരാൾ മുസ്ലിം അല്ലാതായത് കൊണ്ട് അവന്റെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള വിചാരണയിൽ നിന്ന് രക്ഷപ്പെടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഭരണാധികാരിയോടും അള്ളാഹുവിന്റെ ഖുർആനിന്റെ കൽപ്പനയാണ്, നിങ്ങൾ നീതി പാലിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭരണാധികാരം ഏറ്റെടുത്തപ്പോ ഉറക്കം വരാതെ ഉറക്കൊഴിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചത് രാത്രികാലങ്ങളിൽ. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്ന് ചത്താൽ പോലും ഈ ഉമർ അതിന് സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരുന്ന ബാധ്യതകളെ കുറിച്ച് കൃത്യമായി നിർവഹിച്ചിരുന്നു എന്ന് സമാധാനം പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്. അപ്പൊ ജനങ്ങളോട് നീതി പാലിക്കുക. ഇസ്ലാമിക സമൂഹത്തിൽ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളുടെ മാത്രം സംരക്ഷകരല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംരക്ഷകരാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നത് ഒരു മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ അവന്റെ ബാധ്യതയാണ്. ഇതെല്ലാ ഭരണാധികാരികളുടെയും ബാധ്യതയാണ്. ഖുർആനിന്റെ കൽപ്പന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങളോടും നീതി പാലിക്കുക. അള്ളാഹു പ്രത്യേകമായി പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇന്നല്ലാഹ യഅ്മുറു, തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതി പാലിക്കണമെന്നും, വൽ ഇഹ്സാൻ, നന്മ ചെയ്യണമെന്നും, എല്ലാവർക്കും നന്മയും ഗുണവും. അപ്പൊ ജനങ്ങളോട് നീതി പാലിക്കുക, തന്റെ കീഴിലുള്ള മുഴുവൻ ജനങ്ങളോടും പക്ഷപാതിത്വമില്ലാതെ നീതി പുലർത്തുകയും അവർക്ക് നന്മ ചെയ്യുകയും അവരോട് ഗുണകാംക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുക എന്നത് ഭരണാധികാരിയുടെ ബാധ്യതയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ജനങ്ങളുടെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നവരായിരിക്കണം, അറിയുന്നവരായിരിക്കണം.
ഉണ്ടായിരിക്കണം ഭരണാധികാരികൾ. ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും സഹിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇപ്പൊ വിദ്യാർത്ഥികളൊക്കെ സംബന്ധിച്ച് 2-3 വർഷം കഷ്ടപ്പെട്ട് ഊണും ഉറക്കുമൊഴിഞ്ഞ് ഒരു പെരുന്നാളിനോ ഒരു ഓണത്തിനോ ഒരു വിഷുവിനോ പോലും ലീവെടുക്കാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് അവരുടെ പരീക്ഷകൾ മാറ്റിവെക്കപ്പെടുമ്പോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യപ്പെടുമ്പോ അവരുടെ വേദനകളും വിഷമങ്ങളും ഭരണാധികാരികൾ അറിയണം, അതിന് പരിഹാരം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ജനങ്ങളോടുള്ള ബാധ്യതകളെ വളരെ കൃത്യമായിട്ട് എല്ലാ ഭരണാധികാരികളും, അത് ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ഒരു രാജ്യത്തുള്ള ഭരണാധികാരി മാത്രമല്ല, ലോകത്ത് ആരെയൊക്കെ അള്ളാഹു ഭരണാധികാരം ഏൽപ്പിച്ചിട്ടുണ്ടോ ആ ഭരണാധികാരികളുടെ മുഴുവൻ ബാധ്യതയാണ്. ഇപ്പൊ ഇന്ന് ലോകത്ത് അള്ളാഹു ഏൽപ്പിച്ചതാണ്. എല്ലാ ഭരണാധികാരികളും അവര് ഭരിക്കണമെന്നത്, അവരാ നാട്ടിന്റെ അധികാരികളാവണമെന്നും അള്ളാഹുവിന്റെ തന്നെ തീരുമാനമാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ. എല്ലാ ഭരണാധികാരികളുടെയും മേലെയുള്ള ഭരണാധികാരിയായ അള്ളാഹു, അവനാണ് ഭരണാധികാരം നൽകുന്നത് അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക്. അവനാകുന്നു ഭരണാധികാരം അവനുദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് നീക്കിക്കളയുന്നത്. പക്ഷേ ഇന്ന് ലോകത്തുള്ള ഭരണാധികാരികളിൽ നല്ലൊരു വിഭാഗം ആളുകളും അള്ളാഹുവിന്റെ ശിക്ഷ ചോദിച്ചു വാങ്ങുന്ന രൂപത്തിലാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്നത് ഏതെങ്കിലും മുസ്ലിമീങ്ങളെ എന്ന് ഒരു സ്ഥലത്ത് പോലും വിളിച്ചിട്ടില്ല. ജനങ്ങളുടെ ബാധ്യതകളെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോ അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾ നീതി പാലിക്കണം, നിങ്ങൾ ജനങ്ങളോട് സ്നേഹം കാണിക്കണം, നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള പല ഭരണാധികാരികളും അള്ളാഹുവിന്റെ ശിക്ഷ ചോദിച്ചു വാങ്ങുന്ന അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹത നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ കൊണ്ട് അതുപോലെ തന്നെ ജിന്നു വർഗത്തെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിന്റെ വാക്കാണ്. പക്ഷെ അതേ റബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിമകളോട് ഒരു അളവ് അനീതി ഞാൻ ചെയ്യുകയില്ല എന്ന്. ഇത് രണ്ടും റബ്ബിന്റെ വാക്കാണ്. എന്റെ സൃഷ്ടികളോട് ഒരു അളവ് അനീതി ഞാൻ ചെയ്യുകയില്ല എന്നത് അള്ളാഹുവിന്റെ വളരെ കൃത്യമായ പ്രഖ്യാപനമാണ്. ജിന്നുകളെ കൊണ്ടും മനുഷ്യവർഗത്തെ കൊണ്ടും നരകത്തെ നാം നിറയ്ക്കുക തന്നെ ചെയ്യും. ഇതും റബ്ബിന്റെ വാക്കാണ്. അപ്പൊ എന്താണ് മനുഷ്യന് നൽകപ്പെട്ട അധികാരം, കഴിവ്, ശേഷി അതൊക്കെ അക്രമത്തിന്റെയും അനീതിയുടെയും മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ചതിയുടെയും വഞ്ചനയുടെയും മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് പക്ഷപാതിത്വം കാണിക്കുകയും തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളോട് അനീതി കാണിക്കുകയും അക്രമവും കാണിക്കുകയും ചെയ്തുകൊണ്ട് ഭരണാധികാരം നടത്തുക. അത് അള്ളാഹു നൽകിയ അധികാരവും ശേഷിയും കഴിവും. ഒരു 15 വയസ്സ് മുതൽ ഒരു 2ാം കുട്ടിത്വത്തിലെത്തുന്ന ആ ഒരു കാലം വരെയുള്ള കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള ശേഷി, പറയാനുള്ള ശേഷി അള്ളാഹു വിട്ടുകൊടുത്തത് കൊണ്ടാണ് അങ്ങനെ മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ആ ശേഷിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ അക്രമം കാണിക്കുന്നത് കൊണ്ടാണ് നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യും ജിന്ന് വർഗത്തെ കൊണ്ടും മനുഷ്യവർഗത്തെ കൊണ്ടും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏത് റബ്ബാണിത് പറയുന്നത് എന്ന് നമ്മൾ നോക്കണം. എന്റെ അടിമകളോട് ഒരു അളവ് ഞാൻ അക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല എന്ന റബ്ബിന്റെ പ്രഖ്യാപനമാണ് എന്ന് ഇത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിയോട്, സ്വന്തത്തോടുള്ള ബാധ്യത, കുടുംബത്തോടുള്ള ബാധ്യത, ഉത്തരവാദിത്തങ്ങൾ, സമൂഹത്തോടുള്ള ബാധ്യത, ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെയും വളരെ കൃത്യമായി നിർവഹിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കുക. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. സർവശക്തനായ നാഥൻ അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴത്തിൽ ജീവിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്
وصلى الله على نبينا محمد أشرف المخلوقين رحمة للعالمين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والتابعين لهم بإحسان إلى يوم الدين اتقوا الله يا عباد الله. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് രണ്ടാം ഖുതുബയിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാൽ ഫിത്തന, വ്യാപകമായ ഫിത്തനകൾ ഉണ്ടാകുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറണം. കൂരിരുട്ടുള്ള രാത്രി പോലെയുള്ള ഫിത്തനകൾ. യുസ്ബിഹു റജുലു മുഅ്മിനൻ, ഒരു മനുഷ്യൻ അന്ന് ആ കാലഘട്ടത്തിൽ രാവിലെ മുഅ്മിനാകും, വയുംസി കാഫിറ, വൈകുന്നേരം അവൻ കാഫിറായി തീർന്നിട്ടുണ്ടാവും, സത്യനിഷേധിയായി തീർന്നിട്ടുണ്ടാവും. വയുംസി മുഅ്മിനൻ, വൈകുന്നേരം വിശ്വാസിയായി തീർന്ന ഒരു മനുഷ്യൻ, വയുസ്ബിഹു കാഫിറ, രാവിലെ അവൻ സത്യനിഷേധിയായി തീർന്നിട്ടുണ്ടാവും. യബീഉ ദീനഹു ബിഅറദിൻ മിന ദുനിയ, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, വിഭവങ്ങൾക്ക് വേണ്ടി അവന്റെ ദീനിനെ അവൻ വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തും. ഈ ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് പറഞ്ഞറിയിക്കാനാവാത്ത, വിവരിക്കാനാവാത്ത രൂപത്തിലുള്ള അനീതികളും അക്രമങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായി തിന്മകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അനീതിക്കും അക്രമങ്ങൾക്കും വേണ്ടിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് ഇന്ന് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വിശ്വാസികളോടാണ് പറയുന്നത്. വിശ്വാസികൾക്ക് ഇതിൽ പാഠം ഉൾക്കൊള്ളാനുണ്ട്. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഈമാൻ അടിയുറക്കാത്ത, ദുർബലമായ ഈമാനുള്ള, ചഞ്ചലമായ മനസ്സുമായി ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. സമൂഹത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത, വിവരിക്കാനാവാത്ത രൂപത്തിലുള്ള കുഴപ്പങ്ങൾ വർദ്ധിക്കും. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഈ അന്ത്യദിനത്തിന്റെ അടയാളം എന്ന പേരിൽ പ്രചരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ വ്യാപകമായി അത് ഹദീസിൽ വന്നതാണോ, ഉള്ളതാണോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഫിത്നയിൽ അകപ്പെടാൻ പാടില്ല. ഇപ്പൊ പല ജീവികളുടെ രൂപം വന്നിട്ട് ഇത്തരത്തിൽ ജീവി അന്ത്യദിനത്തിൽ വരുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കുക. അതുപോലെ തന്നെ പാറ്റകളുടെയും കൂറകളുടെയും പേരിൽ മനുഷ്യർ ഭൂമിയിൽ വ്യാപിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് പറയുക. ഇത്തരത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. വളരെ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട ശേഷം, ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ നമ്മൾ ദീനിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിൽ വരുന്ന വ്യാജമായ കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കാതിരിക്കുക. ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചറിയാം. അപ്പം സമൂഹം അങ്ങേയറ്റം കുഴപ്പത്തിലായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ കുഴപ്പത്തിൽ അകപ്പെടാതെ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് ഫിത്നയിൽ അകപ്പെട്ടു പോവാതിരിക്കുക, ഫിത്നകൾ പ്രചരിപ്പിക്കാതിരിക്കുക, കുഴപ്പങ്ങൾക്ക് കാരണക്കാരാവാതിരിക്കുക, നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ടടുപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചെവികളിലേക്ക് എത്തുമ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പെട്ടുപോകാതിരിക്കുക. അതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അള്ളാഹു ദീനിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. അള്ളാഹുവെ, വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിച്ചതുപോലെ ശുദ്ധമായ മനസ്സുമായി നിന്നിലേക്ക് തിരിച്ചു വരുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും മരിക്കുന്നവരെ നീ ഈമാനോടും തൗബയോടും നീ മരിപ്പിക്കുകയും ചെയ്യണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖ് ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ
ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബേ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബേ. നാളെ പരലോകത്ത് ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണം റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ അസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.